2008 ന്യൂയോർക്ക് ടൈംസിന്റെ ബെസ്റ്റ് സെല്ലറായ പുസ്തകമാണ് ദ ലാസ്റ്റ് ലെക്ചർ. റാണ്ടി പോഷാണ് ആ പുസ്തകം എഴുതിയത്. വലിയ സയന്റിസ്റ്റ് ആയിരുന്ന അദ്ദേഹം പക്ഷേ 42 വയസ്സുവരെ ആകെ ജീവിച്ചുള്ളൂ. 41ാമത്തെ വയസ്സിലാണ് ശരീരത്തിൽ 20 ക്യാൻസറുകളുണ്ടെന്ന് അറിയുന്നത്. ഒരു പ്രൊഫസർ ആയതുകൊണ്ട് ക്യാൻസർ ആണെന്ന് അറിഞ്ഞതോടെ അദ്ദേഹം ജോലിയിൽ നിന്ന് രാജിവെക്കുകയാണ്. സാധാരണ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് റിട്ടയർഡായി പോകുന്ന ആളുകൾ അവസാനമായിട്ട് ഒരു പ്രസംഗം നടത്താറുണ്ട്, ദ ലാസ്റ്റ് ലെക്ചർ എന്ന പേരിൽ. ആ പ്രസംഗം റാണ്ടി പോഷ് നടത്തുന്നത് 41ാമത്തെ വയസ്സിലാണ്. അതിപ്പോഴും യൂട്യൂബിലുണ്ട്. 2007 സംഭവം. അന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. 2008 അത് പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അടുത്ത ഏത് നിമിഷവും മരിക്കാമെന്ന് ഉറപ്പുള്ളൊരു മനുഷ്യൻ പറയുന്ന വാക്കുകൾക്ക് എത്ര ആഴുണ്ടാവും. റാണ്ടി പോഷിൻ്റെ അവസാനത്തെ പ്രസംഗമായിരുന്നു അത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, സ്വന്തം സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നത് കഴിവ് തന്നെയാണ്, പക്ഷേ കൂടെയുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് കൂടെ നിറം പകരുമ്പോഴാണ് അത് വിജയമാവുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര പേരുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടാവാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ജീവിതത്തിലെ ഈ ഓട്ടത്തിനിടയിൽ ഒപ്പമുള്ളവരുടെ സ്വപ്നങ്ങളെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് നമ്മൾ? വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല, നമ്മൾ ഈ ജീവിക്കുന്ന അവസ്ഥ പോലും പലരുടെയും സ്വപ്നമായിരിക്കും. ഇടയ്ക്കൊക്കെ വീട്ടിലെ പ്രായമായ വല്യമ്മാനോടോ വല്യപ്പാനോടോ ഉമ്മാനോടോ ഒക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ എന്ന് ചോദിക്കണം. ഓരെയും കൂട്ടി ഒരു യാത്രയൊക്കെ പോകണം, അവർ കഴിക്കാത്ത ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കണം, അവരുടെ കൗതുകങ്ങളൊക്കെ പറയാതെ തന്നെ ചോദിച്ചറിയണം. നമ്മളെ സ്വപ്നങ്ങൾക്ക് തണലായവർക്കും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ?